ഒരു കൗതുക കാഴ്ചയിലേക്കാണ്. മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷപ്പെടുത്തി. സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കുട്ടിയാനയാണ് രക്ഷപ്പെടുത്തിയത്. ആനക്കൂട്ടം കാട് കയറി. എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. എബി, ഇതൊരു കൗതുക കാഴ്ചയാണ്. എങ്ങനെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം? ഫിജി, ഇന്ന് രാവിലെയാണ് ഈ കുട്ടി ആന ഈ കിണറ്റിൽ വീഴുന്നത്. അത് ഇല്ലിത്തോട്, അതായത് മലയാറ്റൂർ ഇല്ലിത്തോട് 1-ാം ബ്ലോക്കില് പണ്ടാല സാജു എന്ന ആളുടെ കിണറ്റിലാണ് ഈ ആന വീഴുന്നത്. അതിനെ തുടർന്ന് ഈ അമ്മയാന അതിന്റെ കരയിൽ തന്നെ നിലയുറപ്പിച്ചു. തൊട്ടപ്പുറത്ത് പാറയിൽ കാട്ടാനക്കൂട്ടവും നിലയുറപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. തുടർന്ന് നാട്ടുകാരൊക്കെയും വന്നെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആനക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു, ഒപ്പം തന്നെ അമ്മയാന അവിടെ ഈ കിണറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാനായിട്ട് ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഈ വനപാലക സംഘം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിരുന്നു, ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിരുന്നു. പക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. തുടർന്ന് ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പടക്കം പൊട്ടിച്ചുൾപ്പെടെ കാട്ടാനക്കൂട്ടത്തെ തിരിച്ച് കാട് കയറ്റാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷേ അപ്പോഴും ഈ അമ്മയാനെ അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. തുടർന്ന് ഈ അമ്മയാനെ ഈ കിണറിന്റെ മതിൽ ഇടിച്ചകത്തേക്ക് ഇട്ടുകൊണ്ട് ഈ കുട്ടിയാനയെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഈ ആനക്കൂട്ടവും ഈ കുട്ടിയാനയും ഈ തള്ളയാനയും കാട് കയറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥിരമായി ആനയുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ അവിടെ പ്രതിഷേധത്തിലാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മലയാറ്റൂർ മേഖലയിൽ കാണാറുണ്ട്. കഴിഞ്ഞിടയ്ക്കും അവിടെ ഇങ്ങനെ ആന കിണറ്റിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായി. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ഈ ആന ശല്യം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ പ്രതിഷേധവും നടത്തുന്നുണ്ട്. ശരി.